നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയോ ബിടെക്കോ കഴിഞ്ഞവരാണോ? എന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നു സുവർണാവസരം. കേരള PSC ഉടനെ വിജ്ഞാപനം പുറത്തിറക്കാനിരിക്കുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കലിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതായത് നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയോ ബിടെക്കോ കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കാണ് ഈ ഒരു സുവർണാവസരം കേട്ടോ. അതായത് ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ലഭിക്കാൻ പോകുന്ന ഒരു ഡ്രീം ജോബ് എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയോ ബിടെക്കോ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സുവർണ അവസരമാണ് ഇപ്പോൾ ഉടൻ വിജ്ഞാപനം പുറപ്പെടുവിക്കാനിരിക്കുന്ന നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിന് മുൻപ് പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. അന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞിരുന്നാൽ ഗസറ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് 31/12/22 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് 1/2/23 കാറ്റഗറി നമ്പർ വന്നിരുന്നത് 676/2022. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പോസ്റ്റിൻ്റെ പേര് വരുന്നത് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഡെമോൺസ്ട്രേറ്റർ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേരുകളിലാണ് ഈ ഒരു പോസ്റ്റ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഈ ഒരു പോസ്റ്റിൽ പല പേരിൽ അറിയപ്പെടാനായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത് കേരളത്തിലെ ഗവൺമെൻറ് പോളിടെക്നിക്കിലും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലും അതുപോലെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്കൂളുകളിലുമായിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ പേര് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഡെമോൺസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ പോളിടെക്നിക്കിലേക്ക് ലാബിലേക്കൊക്കെ ആണെങ്കിലും ഡെമോൺസ്ട്രേറ്റർ എന്നുള്ളൊരു പോസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുക. അതേപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുമ്പം എഞ്ചിനീയറിംഗ് കോളേജിലേക്കായിരിക്കും. ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 എന്ന് പറയുന്നത് ടെക്നിക്കൽ സ്കൂളിലേക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രാൻസ്ഫർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് വരുന്നത് ഈ ഒരു 3 വിദ്യാഭ്യാസ മേഖലകളിലേക്കായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. എവിടെ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങളുടെ സാലറി പാക്കേജും എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെ ആയിരിക്കും വരിക. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിലുള്ള ഒരു സാലറി പാക്കേജ് വന്നിരുന്നത് 41,300 രൂപ മുതൽ 87,000 രൂപ വരെയുള്ള നല്ലൊരു ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു പാക്കേജ് തന്നെയാണ് ഈ ഒരു ജോലിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഈ പാക്കേജിൽ ചേഞ്ചസ് ഒക്കെ വരും കേട്ടോ. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്പർ ഓഫ് വേക്കൻസി ഉണ്ടായിരുന്നത് 54 ആയിരുന്നു നമ്പർ ഓഫ് വേക്കൻസി. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയുടെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ റിസർവ്ഡ് കാറ്റഗറിക്ക് അതനുസരിച്ചിട്ടുള്ള ലഭിക്കും, ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. SC-കാർക്ക് 45 വയസ്സ് വരെ ലഭിക്കുന്നുണ്ട്. ബാക്കി ഓരോരോ കാറ്റഗറിക്കാർക്കും നിങ്ങളുടെ ഏജ് റിലാക്സേഷൻ അനുസരിച്ചുള്ള ആ റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് നോക്കാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഡിപ്ലോമയാണ്. ഡിപ്ലോമയും ബിടെക്കും 2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ ജോലി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉടനെ നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു ജോബാണ്. നമ്മൾ നോട്ടിഫിക്കേഷനൊക്കെ വന്നതിന് ശേഷം ആ ഒരു പ്രിപ്പറേഷനും വേണ്ടിയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനും ഒരുപാട് സമയം പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ എന്തായാലും ഉടനെ വരുമെന്ന് നമ്മൾ അറിഞ്ഞു, അപ്പോൾ അതിനുള്ളൊരു പ്രിപ്പറേഷൻ, ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഇപ്പോഴേ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വെക്കുക. ഏതെങ്കിലും ടെക്സ്റ്റുകളൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ അതെല്ലാം ഒരു തയ്യാറെടുപ്പോടെ ഇരിക്കുക. തയ്യാറെടുപ്പ് മാത്രമല്ല, പഠനം തുടങ്ങുക. കാരണം ഇതിൻ്റെ ഉടനെ വരുമെന്ന് അറിഞ്ഞത് കൊണ്ട് എന്തായാലും പിന്നെ നമുക്ക് വേറെ സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്കത് എത്രയും പെട്ടെന്ന് വിജ്ഞാപനം വരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആ കോച്ചിങ് അല്ലെങ്കിൽ ആ ഒരു ജോലിയിൽ കയറാനായിട്ടുള്ള തയ്യാറെടുപ്പ് എത്രയും പെട്ടെന്ന് നടത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റ് പിന്നെ സാലറി കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. ഇതിൻ്റെ കോച്ചിങ് നമുക്ക് AISB അക്കാഡമിയിൽ ഉടനെ തന്നെ അവൈലബിൾ ആക്കുന്നതാണ്. ഇതിൻ്റെ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്